വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ട്വിസ്റ്റുകളാണ് ബീഹാറിൽ ഉണ്ടാവുന്നത്. നിതീഷ് കുമാറിനെ ഇനി ചുമക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അമിത്ഷായും മോദിയും എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബീഹാറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. NDAയിലെ മറ്റൊരു കക്ഷിയെ ഉപയോഗിച്ച് നിതീഷിനെ തകർക്കുക, അതാണ് തന്ത്രം. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് അല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ലോക് ജൻശക്തി പാർട്ടി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മുഖം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന പാർട്ടിയിലെ ആവശ്യം ശക്തമായിട്ടുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി കേന്ദ്രമന്ത്രിസ്ഥാനം ചിരാഗ് പാസ്വാൻ രാജിവെച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇതോടെ സജീവമായിട്ടുണ്ട്. ചിരാഗിൻ്റെ ഭാര്യ സഹോദരനും MP-യുമായ അരുൺ ഭാരതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇത്തരം ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജൂനിയർ പാസ്വാന്റെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഇത് ശക്തി പകരുന്നുമുണ്ട്. ചിരാഗ് പാസ്വാൻ ഒരു സംവരണ മണ്ഡലത്തിൽ നിന്നല്ലാതെ പൊതുമണ്ഡലത്തിൽ നിന്നും മത്സരിക്കണമെന്നതാണ് പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹം. അദ്ദേഹം ദളിത് സമൂഹത്തിൻ്റെ മാത്രം നേതാവല്ല, മറിച്ച് ഒരു സംസ്ഥാനത്തെ നയിക്കാൻ തയ്യാറായ വ്യക്തിയാണെന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ഈ പോസ്റ്റിലൂടെ അദ്ദേഹം നൽകുന്നത്. നിലവിൽ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രിയായ ചിരാഗ് പാസ്വാൻ ഡൽഹിയിൽ തുടരുന്നതിനേക്കാൾ ബീഹാർ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് താല്പര്യമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ബീഹാർ ഫസ്റ്റ്, ബീഹാറി ഫസ്റ്റ് എന്നതാണ് തൻ്റെ കാഴ്ചപ്പാടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. 3 തവണ പാർലമെന്റ് അംഗമായ ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ തവണ 2024 ജയിച്ചപ്പോഴാണ് ആദ്യമായി കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സംസ്ഥാനത്തെ നയിക്കണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ മുമ്പും നൽകിയതാണ്. ജനപ്രീതി കുറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും NDA സഖ്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന പ്രഖ്യാപനം മുമ്പ് നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ ആ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. നിതീഷ് കുമാറിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതും ജനപ്രീതി കുറയുന്നതും ചിരാഗ് മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ NDAയിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ BJPക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള ചിരാഗിൻ്റെ തന്ത്രമാണ് ഇതെന്നും ഒരു വാദവുമുണ്ട്. ചിരാഗിനെ ഉപയോഗിച്ചുള്ള BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ NDA സഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കും. ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള NDAയിലെ സീറ്റ് വിഭജന ഫോർമുല ഇതുവരെ അന്തിമമായിട്ടില്ലെങ്കിലും സഖ്യകക്ഷികൾക്കിടയിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ചിരാഗിൻ്റെ പേരിൽ BJP ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിതീഷ് എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി കസേര മാത്രം ലക്ഷ്യം വെക്കുന്ന നിതീഷ് കുമാർ അവസാന നിമിഷം വീണ്ടും ഇന്ത്യ മുന്നണിയുടെ കാല് പിടിക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്.